എ കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, ഈ ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവരുന്നതിൽ എന്തായി തീരുമാനം? നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല. പ്രത്യേകിച്ച് സുജിയ, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? അഭിലാഷ്, ഈ ഡ്രഡ്ജിംഗ് മെഷീൻ ഗോവയിൽ നിന്ന് കൊണ്ടുവരുന്നതിൽ തീരുമാനമായോ? കിടക്കുന്ന മരത്തിലടക്കമുള്ള അവശിഷ്ടങ്ങളൊക്കെയും മാറ്റി നീക്കം ചെയ്ത് തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സാഹചര്യം. ഈ നേരത്തെ തന്നെ ഈ കാർവാർ MLA ആയ സതീഷ് സേനി പറഞ്ഞത് ഇക്കാര്യത്തിൽ അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഡ്രഡ്ജിംഗ് മെഷീൻ ഇവിടേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. അതായത് നാളെ ഓഗസ്റ്റ് 15 ഒരു പക്ഷേ നാളെ അത് എത്തിക്കാൻ കഴിയില്ല. പക്ഷേ ഓഗസ്റ്റ് 16 കൂടി തന്നെ ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നാളെ ഈ തെരച്ചിലുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതിനുശേഷം 16 തീയതിയോട് കൂടി തന്നെ ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ വിപുലമായ ഒരു തെരച്ചിലേക്ക് പോവുക. നേരത്തെ മാൽപ്പേ അടക്കമുള്ള ആളുകൾ പറയുന്നതും അതുതന്നെയായിരുന്നു. കാരണം ഈ അടിത്തട്ടിൽ ഈ മണ്ണിനൊപ്പം തന്നെ ഈ മരങ്ങൾ വീണ് കിടക്കുന്നത് വലിയ പ്രശ്നമാണ്. കരിങ്കല്ല് അടക്കമുണ്ട്. അതൊക്കെ ഒന്ന് ഇളക്കി പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇളക്കി പരിശോധിക്കണമെങ്കിൽ ഡ്രഡ്ജറിൻ്റെ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള ഡ്രഡ്ജർ ഇല്ലാത്തതാണ് ഇപ്പോൾ തെരച്ചിൽ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഡ്രഡ്ജർ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കാർവാർ MLA വ്യക്തമാക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗോവ സർക്കാരുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഈ ഡ്രഡ്ജർ എത്തിക്കാനുള്ള സംവിധാനം അതുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. അത് ഒരു പക്ഷേ 16 തീയതിയോട് കൂടി തന്നെ ഇവിടെ എത്തിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ തെരച്ചിലില്ലാതെ മറ്റന്നാൾ ഈ ഡ്രഡ്ജറൊക്കെ എത്തിച്ചതിന് ശേഷം ഇന്ന് കണ്ട രീതിയിൽ തന്നെയുള്ള വലിയ തരത്തിലുള്ള തെരച്ചിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയാണ്. പ്രത്യേകിച്ച് നാവിക സംഘമൊക്കെ ഇവിടെയുള്ള സ്ഥിതിക്കും NDRF അടക്കം ഇവിടെ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലും കൂടുതൽ സന്നാഹങ്ങൾ വരുമ്പോൾ, കൂടുതൽ ഉപകരണങ്ങൾ വരുമ്പോൾ കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു തെരച്ചിൽ, അടിത്തട്ടിലുള്ള തെരച്ചിൽ നടത്താൻ കഴിയും. പ്രത്യേകിച്ച് മരങ്ങളൊക്കെ വീണ് കിടക്കുന്നത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ആ മരങ്ങളൊക്കെ മാറ്റിയാൽ മാത്രമേ അവിടെ ഈ വാഹനം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയൂ. പ്രധാനമായും ഇപ്പോൾ മനസ്സിലാക്കുന്ന, നേരത്തെ മാൽപ്പേ പറഞ്ഞത് ഏതാണ്ട് 35-40 അടി താഴ്ചയോളം ആ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ജാക്കി അടക്കം കണ്ടെത്തിയ ഭാഗത്ത്. പക്ഷേ അതിൽ കൂടുതൽ ആഴം ഈ പുഴയ്ക്ക് ഉണ്ടായിരിക്കാം. ഈ മണ്ണ് ഇടിഞ്ഞ് താഴോട്ട് വീണപ്പോൾ ഈ അത്രയും മുകളിലേക്ക് മണ്ണ് വീണതായിരിക്കാനുള്ള സാധ്യതയാണ്. അതായത് ലോറി മറിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ മണ്ണടക്കം മരങ്ങളടക്കം ഈ ലോറിക്ക് മുകളിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മുകൾ തട്ടിലുള്ള പരിശോധന കൊണ്ട് മാത്രം ഈ ലോറി കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് അവിടെ മരങ്ങളൊക്കെ ഇളക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് പോകേണ്ടി വരും. അതിനാണ് ഡ്രഡ്ജർ വേണ്ടി വരുമെന്നാണ് അവർ പറയുകയും ചെയ്തത്. ഇന്ന് വൈകുന്നേരം വരെ തെരച്ചിൽ തുടരും. ഇന്ന് ഈ രാവിലെ മുതൽ നടക്കുന്ന രീതിയിലുള്ള തെരച്ചിൽ പൂർണ്ണമായി തന്നെ തുടരും. ഇപ്പോൾ നാവിക സംഘവും അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളുടെയൊക്കെ പരിശോധന അവിടെ നടക്കുന്നുണ്ട്. നാവികസേനാംഗങ്ങൾ അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പേർ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും വിപുലമായ ഒരു തെരച്ചിലേക്ക് അവർ കടന്നിട്ട്. എ കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.